ഇപ്പോൾ അടുത്ത സെക്ഷൻ എന്താ ചെയ്യേണ്ടത് വരുന്നത് വേറെ നമുക്ക് ഇമ്പോർട്ടൻറ്റ് പ്ലഗിൻസ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. സോ ആദ്യത്തെ ഇമ്പോർട്ടൻറ്റ് പ്ലഗിൻസ് നമുക്ക് വേണ്ടതാണ് എസ് യു ചെയ്യാൻ വേണ്ടി. സോ എസ് യു ചെയ്യാൻ വേണ്ടി രണ്ട് പ്ലഗിൻസ് ആണ് സെർച്ച് ചെയ്യുന്നത്, എസ് യു യോസ്റ്റും റാങ്ക് മാത്ത്. ഇപ്പോൾ കറൻ്റ്ലി റാങ്ക് മാത്ത് ആണ് ഏറ്റവും നല്ലോണം പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. എസ്പെഷ്യലി അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യുകയാണെങ്കിൽ റാങ്ക് മാത്ത് ഒരുപാട് ഫീച്ചേഴ്സ്, അഡ്വാൻസ് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. പിന്നെ ഒരുപാട് പ്ലഗിൻസ് പിന്നെ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ആ പർപ്പസ് ആയതുകൊണ്ട് നമുക്ക് റാങ്ക് മാത്ത് ഇൻസ്റ്റാൾ ചെയ്യാം. So let's install it and activate it. So ഇനിയിപ്പോൾ ഇത് ആക്ടിവേറ്റ് ചെയ്യണം. ആക്ടിവേറ്റ് റാങ്ക് മാത്ത്. സോ ലെറ്റ്സ് ആക്ടിവേറ്റ് റാങ്ക് മാത്ത്. ഇതിനകത്ത് ഒരു അക്കൗണ്ട് ഉണ്ടാക്കാൻ വേണ്ടി പറയും. സോ ലെറ്റ്സ് യൂസ് മൈ ഇമെയിൽ അഡ്രസ്, ലോഗിൻ ടു ഗൂഗിൾ. ഞാൻ ഗൂഗിൾ വെച്ചിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. സോ ഈ ജിമെയിലാണ് ഇതിൻ്റെ. സോ വെച്ചിട്ട് നമുക്ക് അത്തോണിക്കേറ്റ് ചെയ്യാം. സോ ഓക്കെ. സോ ഇപ്പം വെരിഫൈ ചെയ്ത് ഇനി അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് സെറ്റപ്പ് ബൈ വിസാർട്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. നമുക്ക് ഇത് വെച്ചിട്ട് ഒന്ന് ഫോളോ ചെയ്യാം. സോ പേഴ്സണൽ ബ്ലോഗാണ് പർപ്പസ്. സോ പേഴ്സണൽ ബ്ലോഗ് തന്നെ ചെയ്യാം. സോ നമുക്ക് ലോഗോ അപ്ലോഡ് ചെയ്യണം. അതേ കൂടെ തന്നെ നമുക്ക് സോഷ്യൽ സിമ്പിൾസ് അപ്ലോഡ് ചെയ്യണം. സോ ലോഗോയുടെ സൈസ് മാക്സിമം ഇത്രയും, മിനിമം ഇത്രയാണ് പറയുന്നത്. സോ നമുക്ക് ഇതിനകത്തോട്ട് ലോഗോ അപ്ലോഡ് ചെയ്യാം. ഇവിടെ ഇമേജ് ലോഗോ അപ്ലോഡ് ചെയ്യാം. സോ അപ്ലോഡ് ഫയൽ ആൻഡ് നമ്മൾ ഡെസ്ക്ടോപ്പിലാണ് സേവ് ചെയ്തേക്കുന്നത്. സോ ഈ ലോഗോ അപ്ലോഡ് ചെയ്യാം. സോ എപ്പോഴും നമ്മൾ എന്തെങ്കിലും ഇമേജ് അപ്ലോഡ് ചെയ്താൽ ഇവിടെ നമുക്ക് അതിനെപ്പറ്റി റിലേറ്റഡ് ഒരു കീവേഡ് എഴുതുക. സോ സത്വ ഔട്ട്ഫിറ്റ്സ് ലോഗോ റൗണ്ട്. ജസ്റ്റ് ലോഗോ റൗണ്ട് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. സോ ഇത് പോട്ട് ഡിഫോൾട്ട് സോഷ്യൽ ഷെയറിന് വേണ്ടി നമുക്ക് ഇതന്നെ യൂസ് ചെയ്യാം. സോ യൂസ് ദിസ്. രണ്ടും പർപ്പസ്. പിന്നെ സേവ് ആൻഡ് കണ്ടിന്യൂ അടിക്കുക. ഇനിയിപ്പോൾ സെർച്ച് കൺസോൾ കണക്ട് ചെയ്യാൻ വേണ്ടി പറയും. സോ ലെറ്റ്സ് ഗെറ്റ് അഥറൈസേഷൻ കോഡ്. നമുക്ക് സെർച്ച് കൺസോൾ എന്തായാലും ക്രിയേറ്റ് ചെയ്യണം. സോ നമുക്ക് അതിന് വേണ്ടിയാണിത്. സോ ഇപ്പം ജസ്റ്റ് അഥറൈസ് ചെയ്യുക ഇത്. സോ ഓൾറെഡി ആ ജിമെയിൽ വെച്ചിട്ട് സെർച്ച് കൺസോൾ അക്കൗണ്ട് ഉണ്ടെങ്കിൽ നമുക്കത് കണക്ട് ചെയ്യാൻ പറ്റും. സോ ഇല്ലെങ്കിൽ നമുക്ക് പിന്നെ കണക്ട് ചെയ്താലും മതി. സോ ലെറ്റ്സ് കോപ്പി ദിസ് കോഡ്. ഇത് കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുക. ഓത്തറൈസ് കഴിഞ്ഞിട്ട് ഇവിടെ ഓട്ടോമാറ്റിക്കലി കാണിക്കുക ഏത് സൈറ്റാണ്. സോ ഈ സൈറ്റ് തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് സേവ് ആൻഡ് കണ്ടിന്യൂ. ഓക്കെ. ഇനിയിപ്പം സൈറ്റ് മാപ്പ് എപ്പോഴും നമ്മൾ ഓൺ ചെയ്യുക. സൈറ്റ് മാപ്പ് ഓൺ ചെയ്തില്ലെങ്കിൽ പ്രശ്നം എന്തായെന്ന് പറഞ്ഞാൽ നമ്മുടെ സൈറ്റ് ലിസ്റ്റ് ആവില്ല. സൈറ്റ് മാപ്പിനകത്ത് എന്തെന്ത് സാധനം വേണം, ഇൻക്ലൂഡ് ഇമേജസ് വേണ്ട. ഇമേജസ് നമ്മൾ വേണമെങ്കിൽ ഇമേജസ് അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഇമേജസ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. പോസ്റ്റ്, പേജസ്, കാറ്റഗറി നമുക്ക് വേണം. സോ ഈ 3 സെക്ഷൻസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്താൽ മതി. സോ ഇമേജസും നിങ്ങൾക്കിപ്പം ഇമേജ് ഓപ്റ്റിമൈസേഷൻ ഇല്ലെങ്കിൽ, വെരി ഫോക്കസ്ഡ് ഇമേജ് കണ്ടന്റ് അല്ലെങ്കിൽ, സോ ഇമേജ് സൈറ്റ് അല്ല, ലൈക്ക് ആളുകൾ ഇമേജ് വെച്ചിട്ട് സെർച്ച് ചെയ്യുന്ന വരുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇമേജും സൈറ്റ് മാപ്പിനകത്ത് ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ബട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇമേജസ് ഇൻക്ലൂഡ് ചെയ്യാം. വെരി മച്ച് ഫോക്കസ്ഡ് നമ്മൾ പേജും പോസ്റ്റും ആണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. വേറെ ആക്ച്വലി കണ്ടന്റ് കിടക്കുന്ന സാധനമാണ്. അതാണ് നമുക്ക് ഇൻഡെക്സ് ചെയ്യേണ്ട ആവശ്യം, സൈറ്റ് മാപ്പിനകത്ത് ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യം. സോ ആസ് ഓഫ് നൗ ഇത് അഫിലിയേറ്റ് വെബ്സൈറ്റ് ആയിരിക്കും. ഇതിനകത്ത് ഒരുപാട് ഇമേജസിൻ്റെ ഒരു റോളൊന്നും ഇല്ല. സോ ഞാൻ ഇതിനെ ഓഫ് ചെയ്ത് വെക്കും. സോ എനിക്ക് ജസ്റ്റ് പോസ്റ്റും പേജും മാത്രമാണ് ഫോക്കസ്. ഇപ്പോൾ നിങ്ങളുടെ വെബ്സൈറ്റ് എന്തെങ്കിലും ആണെങ്കിൽ നിങ്ങൾക്ക് ഓൺ ചെയ്ത് വെക്കാം, ലൈക്ക് കമ്പനി സൈറ്റാണ്. സോ പോസ്റ്റ് പേജ് കണ്ടിന്യൂ അടിക്കുക. SEO സെക്ഷന് വേണ്ടിയാണ്. സോ നോ ഇൻഡെക്സ്, എംപ്റ്റി, കാറ്റഗറി, ടാഗ്സ്. നമുക്കിതിപ്പം എപ്പോഴും നോ ഇൻഡെക്സ് പോകണം. സോ എക്സ്റ്റേണൽ ലിങ്ക് നമുക്ക് ഡിസൈഡ് ചെയ്താൽ മതി നോ ഫോളോ ചെയ്യണോ വേണ്ടേ. ഇതിപ്പം നമുക്ക് ഓൺ തന്നെ വെക്കാം, ഓഫിൽ തന്നെ ഇരുന്നോട്ടെ. പിന്നെ ഓപ്പൺ എക്സ്റ്റേണൽ ലിങ്ക് ഇൻ ദ ന്യൂ ടാബ് എപ്പോഴും ഓൺ വെക്കുക. ബിക്കോസ് എപ്പോഴും ആളുകൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു പുതിയ ടാബിനകത്തോട്ട് തുറന്നാൽ മതി. ഈ സെക്ഷൻ നമുക്കൊന്നും കാര്യമായിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കിത് നെക്സ്റ്റ് അടിക്കാം. ഇനിയിപ്പം ഇവിടെ സ്കോറിങ് കാണിക്കുമെന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താ പറയുന്നത്, സെറ്റപ്പ് അഡ്വാൻസ് ഓപ്ഷനകത്തോട്ട് പോകാം. ഇവിടെ നമുക്ക് സെറ്റപ്പ് അഡ്വാൻസ് ഓപ്ഷൻ. സോ ദെൻ കംസ് 404 എറർ മോണിറ്റർ സെക്ഷൻ. സോ ഇതിപ്പോൾ ഓൺ ചെയ്യണോ ഓഫ് ചെയ്യണോ എന്നാണ്. ഇത് നമുക്ക് ഓൺ ചെയ്യാം. ബിക്കോസ് 404 എറർ നമ്മുടെ വെബ്സൈറ്റിനകത്ത് ഉണ്ടെങ്കിൽ അത് അവർ മോണിറ്റർ ചെയ്തിട്ട് അത് റീഡയറക്റ്റ് ചെയ്യണം. സോ റീഡയറക്റ്റും ഞാൻ ഓൺ ചെയ്ത് വെക്കാം. ഇതാണ് അഡ്വാൻസ് ഫീച്ചേഴ്സ്. നമുക്കിത് രണ്ടും സേവ് ചെയ്യാം. ഓൺ ചെയ്തിട്ട് സേവ് ആൻഡ് കണ്ടിന്യൂ വെക്കാം. ഇനിയിപ്പം സ്കീമ ടൈപ്പ് നമുക്ക് ഓൺ ചെയ്ത് വെക്കാം. ഏതാ സ്കീമ? ആർട്ടിക്കൽ സ്കീമാണ് വേണ്ടത്. ബ്ലോഗ് പോസ്റ്റിനകത്ത് ആർട്ടിക്കൽ സ്കീമാണ്.
സോ ആർട്ടിക്കൽ ടൈപ്പ് എന്താണ്, ആർട്ടിക്കൽ ആണ്. സോ ഇത് പേജസ് എന്താണ്, ആർട്ടിക്കൽ ആണ്, ആർട്ടിക്കൽ ടൈപ്പ്. സോ ഇത് സ്കീമാസ് നമുക്ക് വേറെ ഒന്നും സെറ്റപ്പ് ചെയ്യേണ്ട, ബൈ ഡിഫോൾട്ട് ആയിട്ട് കിടക്കുന്ന സെറ്റപ്പ് യൂസ് ചെയ്താൽ മതി. സേവ് ആൻഡ് കണ്ടിന്യൂ ചെയ്യുക. ഇതായിരുന്നു അഡ്വാൻസ് ഫീച്ചേഴ്സ് സെറ്റായി. ഇനിയിപ്പോൾ AMP ചെയ്യാൻ വേണ്ടി AMP പ്ലഗിൻസ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യണം. ഇവരെ ക്ലിക്ക് ചെയ്താൽ ഇവർ സജസ്റ്റ് ചെയ്യുന്ന AMPs കാണിക്കാം. സോ AMP പ്ലഗിൻസ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. സോ AMP ഫോർ WordPress എന്നാണ് പറയുന്നത്. സോ അതിൽ പോയിട്ട് നമുക്ക് സെർച്ച് ചെയ്യാം. സോ പ്ലഗിൻസിനകത്തോട്ട് വരാം, ആഡ് ന്യൂ പ്ലഗിൻസ് ക്ലിക്ക് ചെയ്യാം. ഇവിടെ വന്നിട്ട് AMP ഫോർ WordPress നമുക്ക് പ്ലഗിൻസ് ഇൻസ്റ്റാൾ ചെയ്യാം. സോ AMP ഫോർ WordPress ഇതാണ്. സോ ഈ സാധനം നമുക്ക് ഏറ്റവും കൂടുതൽ ആളുകളാണ് യൂസ് ചെയ്യുന്നത്. ഇതാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്, ബട്ട് ഏറ്റവും കൂടുതൽ റിവ്യൂസ് കിട്ടിയേക്കുന്ന ഇതാണ്. സോ ഇതിലേത് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. സോ നമുക്ക് ഇത് യൂസ് ചെയ്യാം. സോ ഇൻസ്റ്റാൾഡ്, ആക്ടിവേറ്റ്. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് AMPനകത്ത് ഇതിൻ്റെ ഡാഷ്ബോർഡിൽ വന്നിട്ട് AMP നമുക്ക് ഓൺ ചെയ്യാം. AMP പ്ലഗിൻ ഓൺ ആയി. പിന്നെ BB പ്രസ് നമുക്ക് വേണ്ട, ബഡി പ്രസ് വേണ്ട, ലിങ്ക് കൗണ്ടർ, പിന്നെ ലോക്കൽ SEO നമുക്ക് ഓപ്പൺ അല്ല, അതുകൊണ്ട് നമുക്കത് വേണ്ട. സോ ദെൻ വേണമെങ്കിൽ നമുക്കിത് ഓൺ ചെയ്ത് വെക്കാം. സ്കീമ, റോൾ മാനേജർ, സെർച്ച് കൺസോൾ ഓൺ ആയി, SEO WooCommerce നമുക്കില്ല, അത് ഓഫ് ചെയ്തു. ഇത്ര സെക്ഷൻസ് ആണ് നമുക്ക് ഇവിടെ വേണ്ടത്. ഇനി നമുക്ക് കുറച്ച് പേജസ് ക്രിയേറ്റ് ചെയ്യാനുണ്ട്. നമുക്കിനി പേജസ് ക്രിയേറ്റ് ചെയ്യാം. സോ പ്രൈവസി പോളിസി ഒന്ന് വന്നിട്ടുണ്ട്. സിമ്പിൾ പേജ് നമുക്കിത് വേണ്ട, ഇത് നമുക്ക് ഓൾറെഡി ഡിലീറ്റ് അടിക്കാം. മൂവ് ടു ട്രാഷ്, അപ്ലൈ. ഇതിപ്പോൾ ഞാൻ പേജസ് കളയാണ്. നമുക്ക് കുറച്ച് സെക്ഷൻസ് പേജസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, സോ ലെറ്റ്സ് ക്രിയേറ്റ് സം ന്യൂ പേജസ്. സോ ആദ്യം നമുക്ക് പേജ് ക്രിയേറ്റ് ചെയ്യേണ്ട, ഇതിനകത്ത് വേണ്ടത് നമുക്ക് ഹോം പേജ് ക്രിയേറ്റ് ചെയ്യാം. ഹോം പേജ് ക്രിയേറ്റ് ചെയ്തിട്ട് പബ്ലിഷ് ചെയ്യാം. പബ്ലിഷ് ദിസ് ഹോമിന് മാത്രമാക്കിയിട്ട്. അപ്പോൾ ലിങ്ക് കറക്റ്റ് ലിങ്കാണ് വരുന്നത്. ഇപ്പം /home വരുന്നത്. ഇപ്പം ചില സമയത്ത് ഇങ്ങനെ ലിങ്ക് കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് സെറ്റിങ്സിനകത്ത് പോയിട്ട് സെറ്റിങ്സിനകത്ത് പോയിട്ട് എപ്പോഴും നമുക്ക് പോസ്റ്റ് നെയിമിനകത്തോട്ട് ക്ലിക്ക് ചെയ്യാം. ഇതിപ്പോൾ ബ്ലോഗ് എഴുതുമ്പോൾ നമുക്ക് എപ്പോഴും ഇങ്ങനത്തെ ലിങ്കാണ് വേണ്ടത്. പേജ് ബൈ ഡിഫോൾട്ടായിട്ട് നമ്മൾ കണ്ട പോലെ തന്നെ കിട്ടും. എപ്പോഴും നമുക്ക് ഈ പെർമനന്റ് ലിങ്കിനകത്ത് പോയിട്ട് പോസ്റ്റ് നെയിം നമുക്ക് എപ്പോഴും ഇങ്ങനത്തെ ലിങ്ക്സ് ആക്കാം. ഓക്കെ ഫ്രണ്ട്സ്, സോ ഇതിനെ ഒന്ന് സേവ് ചേഞ്ച് ചെയ്യുക. ഇതെപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴത്തെ സ്റ്റെപ്പിനകത്ത് നിങ്ങളിത് ചെയ്യുക. ഇനിയിപ്പം പേജസിനകത്ത് ഒരു പേജ് നമ്മുടെ ഹോം പേജ് റെഡിയായി. സോ ഹോം പേജ് നമുക്ക് സെക്ഷനായി. ഇനി ഹോം പേജ് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടത് അഫിലിയേറ്റ് ഡിസ്ക്ലെയിമർ. സോ ഡിസ്ക്ലെയിമർ പേജ് ഒരെണ്ണം വേണം. സോ അതിനുവേണ്ടി നമുക്ക് കണ്ടന്റ് ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം. സോ ഞാൻ ഓൾറെഡി ഒരു ഡിസ്ക്ലെയിമർ കണ്ടന്റ് എഴുതി വെച്ചിട്ടുണ്ട്. സോ അത് ഞാൻ തുറന്നിട്ട് അത് ആഡ് ചെയ്യാം. സോ ലെറ്റ് മീ ഓപ്പൺ ഡോക്ക്. സോ നമുക്ക് ഇതിനകത്തോട്ട് കണ്ടന്റ് പബ്ലിഷ് ചെയ്യാം. സോ ഇതായിരിക്കും ടൈറ്റിൽ. സോ ഓൾറെഡി ഞാൻ ടൈറ്റിൽ എഴുതി വെച്ചിട്ടുണ്ട്. സോ ഇവിടെ കണ്ടന്റ് വരേണ്ട കണ്ടന്റ് സെക്ഷൻസ് ഇത്ര കണ്ടന്റാണ് എഴുതി വെച്ചേക്കുന്നത്. സോ ബേസിക്കലി കണ്ടന്റ് എന്താണെന്ന് ഞാൻ ഇപ്പം വായിച്ചു തരാം. ഇറ്റ്സ് കൈൻഡ് ഓഫ് Sathouts is an affiliate website. We are working on affiliate with Amazon and Flipkart. Anytime you buy any product, clicking on the link or website, we earn some commission. The price of the product won't affect if you buy with click our link directly. But if you buy from this link, it helps us to maintain the site and more value to your buyer link. We are working hard to write honest product review and site you can make a buying decision better. The product listed in this site is not tested by us. We collect review from big sites and then write them in our blog. We are not responsible for any of your buying decision. You can read review other website before taking final decision. Thanks and support. So basically ഞാൻ ഇവിടെ ഡിസ്ക്ലെയിമർ കൊടുക്കുന്നത് പറഞ്ഞാൽ എനിക്ക് ഇതിനായിട്ട് അർണിംഗ് ഉണ്ട്. പിന്നെ രണ്ടാമത്തെ സെക്ഷൻസ് ലൈക്ക് ഇപ്പോൾ അവരെന്തെങ്കിലും വാങ്ങി ആ സാധനം എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ നമ്മളെ ക്ലെയിം ചെയ്തിട്ട് വരേണ്ട ആവശ്യമില്ല. വി ഹാവ് ഓൾറെഡി ലൈക്ക് നമ്മൾ ഡിസ്ക്ലെയിമർ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ ഈച്ച് ആൻഡ് എവറി ആർട്ടിക്കൽ നമ്മൾ എഴുതി കഴിഞ്ഞിട്ട് നമ്മൾ ഈ സാധനം മെൻഷൻ ചെയ്യും. സോ ലെറ്റ്സ് പബ്ലിഷ് ദിസ്. So affiliate disclaimer. So
ദാറ്റ്സ് ദ ഡിസ്ക്ലെയിമർ. സോ ഈ 2 പേജസ് ആയിരുന്നു നമുക്ക് വേണ്ടത്. ഓൾറെഡി വൺ ഇസ് ലൈക്ക് നമുക്ക് പ്രൈവസി പോളിസി ഓൾറെഡി വന്ന്. സോ യു ക്യാൻ സീ ദാറ്റ് പ്രൈവസി പോളിസി പേജ്. സോ പ്രൈവസി പോളിസിനകത്ത് വന്നിരിക്കുന്ന സെക്ഷൻസ്. സോ ഇവിടെ നമുക്ക് എന്താ ചെയ്യുന്നത്, പ്രൈവസി പോളിസി we can just publish this, not published yet. So let's publish it. So publish privacy policy ഇപ്പം by default ഇവർ തന്നാണ്, we can edit later on. So ഇപ്പോഴത്തേക്ക് നമ്മളിത് സെയിം സാധനം തന്നെ യൂസ് ചെയ്യാം. So these are the 3 pages which we actually require. So now actually we will be going and looking for the design നമുക്ക് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. So design, let's close this down. So ഇതാണ് നമ്മുടെ ഡിസൈൻ. ഹലോ വേർഡ്സ് ഒരു പോസ്റ്റ് വരുന്നുണ്ട്. സോ ലെറ്റ്സ് റിമൂവ് ദാറ്റ് പോസ്റ്റ്, ഓൾ പോസ്റ്റ്, ആൻഡ് we can remove this. You can trash this out. So now this will be removed. Okay, so nothing is found. So privacy policy, home, disclaimer, നമ്മൾ 3 പേജ് ക്രിയേറ്റ് ചെയ്തിരുന്ന അതിൻ്റെ URL ആണ്. So now we will customize this. Okay, so ഇതെല്ലാം നമുക്കിപ്പോൾ ചേഞ്ച് ചെയ്യാൻ പറ്റും. So we can customize this. So let's go and customize. First thing, നമുക്ക് എങ്ങനത്തെ ഡിസൈൻ ആണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആ സെക്ഷൻ.